പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ അച്ഛൻ ഒരു ടൈമിൽ ഈ ചക്കിൻ്റെ ടൈമിൽ ചക്കയും പോർക്കും വയ്ക്കുമായിരുന്നു. അത് ഞാനൊക്കെ കളിയാക്കിയിട്ടുള്ളതാണ്. എല്ലാവരും വയ്ക്കും ചക്കയും പോർക്കൊക്കെ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. ഇത് ഇത്രയേറെ രുചിയുള്ള സാധനമാണ്. അച്ഛനെ അത് വെക്കുമ്പോഴേ അച്ഛനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കസാരിട്ടിരുന്നിട്ട് പറഞ്ഞുതരും, ഞാനെല്ലാതും ചെയ്യും. അങ്ങനെയാണ്. അപ്പം അച്ഛൻ ഇത് വെക്കുമ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ സാധനം വായിലേക്ക് ഞാൻ കൊള്ളും തോന്നുന്നില്ലേ, എനിക്ക് ഇത്തിരി പോർക്കിറച്ചി മാറ്റി വെച്ചോട്ടെ, ഞാനത് എൻ്റെ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടാ. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കല് കഴിഞ്ഞപ്പില്ലേ അച്ഛന് കിട്ടാലിയ ബാക്കി ഞാൻ പറയണ്ടല്ലോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ചക്കയുടെ സമയം വരുമ്പോ ചക്കക്കാലത്ത് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെയ്ക്ക് അത് വീഡിയോ ഇട്ടിട്ടില്ലേ? അതെ, അത് ഈ കമ്പിമ തട്ട് എന്നിട്ട് എങ്ങോട്ടേക്ക് തെറിച്ച് ശരിക്കും എന്റെ തലയിലേക്ക്. ഓ മൈ ഗോഡ്, ഒരു മിനിറ്റ് അയ്യോ ആ പൊട്ടി. അയ്യേ, ആ വലിപ്പണ്ടത് അടുത്തിട്ട് വന്ന അത് മിക്കവാറും ഊഞ്ഞാല് കെട്ടിയേക്കണ കമ്പീമ തട്ടി എന്റെ തലയിലേക്ക് വരാൻ സാധ്യത. മാറി മാറി അയ്യോ ചേട്ടൻ പിടിക്കണ കോണിമേ. കോണിതേ ഇളകി പോണ്ടല്ലോ, സർക്കസുകാരുടെ കോണി പോലെ. ഉണ്ണിയെ ജഗ്ഗു നീയും മാറി ഓടിക്കോളോട്ടാ. ഇതേ എന്തൊരു കുഴപ്പമെന്ന് അറിയാ. എനിക്കിടാൻ പറ്റില്ല. എനിക്കിടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്റെ മേതിന് വിടാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇയാൾ ഇത് ചെക്കിടാം. അതിന്റെ മുകളിലെന്നാ ഇതിരിക്കണ്ട, മുറിഞ്ഞണ്ട അത്? ഇല്ല, അതൊന്നും ഇല്ല. ഇതിനിടാം. അടിയിലത്തെ ഏതെങ്കിലും മതി, മൂപ്പ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല അല്ലേ? മൂപ്പുള്ളത് വേണം ശരിക്കും. ഇത് മതി. ഇത് കണ്ട മുള്ളൊക്കെ പരന്നുണ്ട് ചേട്ടാ ഈ ചക്ക. അത് ഇത് ഇവിടെ ഇങ്ങോട്ട് വാ, അടിയിലേക്ക് വാ. മൂക്കുമ്പോഴല്ലേ ഇതിങ്ങനെ പരക്ക. അതെ, ഇത് ഇത്തിരി പരന്നുണ്ട്. ഞാൻ ഈ അബദ്ധത്തിൽ ചാടണ്ടല്ലോ. അതെ, ഇതിനാലക്കണേട്ടാ. ഇതിനിവിടെ വെച്ചിട്ട് വെട്ടാം. ഭയങ്കര സ്മൂത്ത് ആയിട്ട് മുളങ്ങീന അവിടേക്ക് നമ്മള് നടക്കുമ്പോ നമ്മുടെ ചെരുപ്പുമ്പിലും എല്ലായിടത്തും നല്ല ചാക്കത്. കുഴപ്പമില്ല, ഇതിന് മുകളിലല്ലേ. ഈ എന്നല്ലാതെ അച്ഛൻ വെട്ടും. നോക്കണ പരിപാടിയൊന്നുമില്ല. എടുത്താണല്ലേ. തുടങ്ങിയില്ലേ? അത്രയ്ക്ക് മഞ്ഞ കളറായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ചോളയൊക്കെ ഒരു കനം വെച്ചിട്ടുണ്ട്. മതി. വെളിച്ചെണ്ണ വേണ്ട ചേട്ടന്? വെളിച്ചെണ്ണ വേണം. ഞാനിതിപ്പോ ഇവിടെ തന്നെ പറിച്ചിടും. ഇത് നല്ല കാറ്റാ. ഈ കാറ്റ് കൊണ്ടുണ്ടെങ്കിൽ ഉറങ്ങി പൂടെ കിടന്നു. സരിതാ, ഈ കാറ്റ് കൊണ്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഉറങ്ങി പോന്ന് പറയാ കിടന്ന്. വെറുതെ ഇവിടെ ഇങ്ങനെ കിടന്നാ മതി. ഞാൻ ഉറങ്ങിപ്പോ. മുറത്തിന്റെ ആവശ്യമില്ലടി. ഞാൻ അതിരിക്കാണ്ട് ആക്കിയിടും. ഈ കൂട്ടാണ്ടാക്കാനായിട്ട് ചക്കയില്ലേ, ചക്ക അത്യാവശ്യം മൂപ്പിലേക്ക് വരണം. എന്നിട്ടാണ് ഇതിപ്പോൾ ഗംഭീര മഞ്ഞ കളറായിട്ടില്ല. മഞ്ഞ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂപ്പിൻ്റെ ഒരു കളറില്ലേ. സരിത ഇവിടെ വന്നിരുന്നോ നോക്കി പറയും എൻ്റെ അടുത്ത്. നല്ലതാ സറി. ഒരു മുറിയാനല്ലേ ഞാൻ ഇവിടെ കൊടുക്കാം. ചേച്ചി ചക്ക വേണ? ചക്ക ചക്ക നീ എല്ലാ ചേച്ചിമാരും വലിയമോട് ചക്ക വേണമെന്ന് ചോദിച്ചിട്ട് വന്നു. പണ്ട് കാലത്തൊരു ചക്കിൻ്റെ ആയിരുന്നു സരിത, വെള്ളാറൻ ചക്ക എന്ന് പറയും. വെള്ളാറൻ കല്ലിൻ്റെ കളറാ ചോള. ഇനി വെള്ള കളറായിട്ട് കേട്ടിട്ടുണ്ടാ വെള്ളാറൻ ചക്ക? വരിക്കച്ചക്ക
പഴച്ചക്ക, ഇടിയൻ ചക്ക, ഇടിയൻ ചക്ക, കടച്ചക്ക, താമരച്ചക്ക, എന്താ വേണ്ടീ അമ്മ എടുത്തോ കൂടെന്ന് പറഞ്ഞ ലൂടവും. അല്ല ബാക്കി നമുക്ക് ഉപ്പേരിയൊക്കെ എന്തായാലും അല്ല ചൊള പറിച്ചാലേ. ഈ പാചകം ചെയ്യാനായിട്ട് തുടക്കാണ് പണി മുഴുവൻ ട്ടാ. തുടക്കം കഴിഞ്ഞു. എനിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ച് വേണം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഓരോന്ന് ചെയ്തോണ്ടിരിക്കല്ലേ, അടുത്തത് അതാവണ സമയം കൊണ്ട് മറ്റേത് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാലോ. ഇതിനത് പറ്റില്ല. ഇതിനെല്ലാം ഒരുമിച്ച് വേണം. ഒരുമിച്ചെല്ലാം കൂടി ഇങ്ങോട്ട് എത്തിയാ പിന്നെ നമുക്ക് ഒരു പണിയില്ല. ചക്കേ നുറുക്കണത് ഇതിങ്ങനെയാണ് നുറുക്കണത് കേട്ടാ. നമ്മള് അവലിന് നുറുക്കണ പോലെ തന്നെ എന്നുവെച്ചാൽ വലിയ കഷ്ണങ്ങളാവാനും പാടില്ല. തീരെ ചെറുതാക്കും വേണ്ടാട്ടാ. ഇങ്ങനത്തെ ഒക്കെ ഉള്ളതന്നെ നമ്മളിതിങ്ങനെ. അയ്യോ എന്താ വീണാ. നമുക്ക് ചക്ക എന്തോരം വേണമെങ്കിലും എടുക്കാതിരിക്കും. സാധാരണ നമ്മളിപ്പോ ഒരു കിലോ ഇറച്ചിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട്. 1 കിലോ ഉണ്ടാ. അത് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ തന്നെ പതിവ് ചേരുംപടികൾ തന്നെ നമുക്ക് എടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല. ചക്ക ആവശ്യത്തിനുള്ളത് കുറച്ച് ഒരു പകുതി മുറി ചുള പറിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അത് ഇനി ആവശ്യത്തിനുള്ള എടുത്ത് ബാക്കി നമുക്ക് നാളെ കാലത്ത് ഉപ്പേരിക്കാം അല്ലേ. അത്ര മതിയാവും തോന്നുന്നു. നെയ്യ് നല്ലോണം ഉണ്ട് ഇറച്ചിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. നെയ്യൊക്കെ ഇതിലേക്ക് പിടിക്കും ചക്കയിലേക്ക്. ഇഞ്ചി നമ്മുടെ വീട്ടിലത്തെ ഇഞ്ചി തന്നെയാണ് കേട്ടാ. കുക്കർ എടുത്തോണ്ടല്ലേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചു. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പോർക്ക്, ചക്ക, പിന്നെ നമ്മുടെ സ്ഥിര ഐറ്റംസ്, പിന്നെ മുളക് പൊടി ഐറ്റംസ് ഒക്കെ കേട്ടാ. അപ്പം ആദ്യം തന്നെ നമ്മൾ കുക്കർ എടുത്തു. കുക്കറിലേക്ക് കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വെച്ചിട്ടുള്ള കഴുകി വെച്ചിട്ടുള്ള പോർക്ക് കേട്ടാ ഇടുന്നുണ്ട്. ഇതിൽ ഉള്ളിറച്ചിയും ഉണ്ട്, പുറയിറച്ചിയും ഉണ്ട്. ഉള്ളിറച്ചിയാണ് കൂടുതൽ. പുറയിറച്ചി കൂടുതലാണെങ്കിൽ ചക്ക കൂടുതലിടാം. ഉള്ളിറച്ചിയാണ് കൂടുതലാണെന്ന് ചക്ക കുറവിടാം. ഇട്ടൂട്ടാ. ഇതിലേക്ക് നമ്മൾ ചക്ക ഇട്ടു. പിന്നെ ഇത്ര വെളുത്തുള്ളി, ഒരു 3 സബോള എടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇതിലേക്ക് നേരെ ഇടുകയാണ് കേട്ടാ. 3-4 പച്ചമുളക്, വേപ്പില, പിന്നെ ഇഞ്ചി അരിഞ്ഞത്. ഈ വെപ്പ് കാണുമ്പോൾ ആളുകൾക്ക് ചിരി വരും. അതന്നെ ഇട്ടു. ഇനി അടുത്ത പരിപാടി മുളക് പൊടി, മല്ലിപ്പൊടി ടീമുകൾ. മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി 2 ടീസ്പൂൺ നിറച്ചിട്ടോ, കുഴപ്പമില്ല. ഇട്ടു. ഇനി മുളക് പൊടി 1, 2, 3 ഇത്രയ്ക്കും കൂടി ഇടുന്നുണ്ട്. വക 1 ടീസ്പൂൺ. അല്ല, സ്പൂൺ എന്ന് പറഞ്ഞത് ഇത് ഇത്ര കണ്ട കുഞ്ഞു സ്പൂണാ. ഉപ്പ് ഇടണം കേട്ടോ. കേട്ടോ 1 ടീസ്പൂൺ ഇട്ടോ. ചക്കയ്ക്കുള്ള ഉപ്പ് കൂടി കയറണ്ടേ. മതി. ഗരം മസാലപ്പൊടി ഇടണോ. ലാസ്റ്റ് പിന്നെ കുറച്ചുകൂടി ഇടേണ്ടി വരും. ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചോ. കാരണം നമ്മുടെ ഇതിലേക്ക് വേറെ വെളിച്ചെണ്ണ ഒഴിക്കില്ല. നമ്മുടെ കൈ കഴുകട്ടെ കേട്ടോ. നമ്മുടെ കുമാരിയേച്ചി പറഞ്ഞ പോലെ കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം. നമ്മുടെ കൈ കൊണ്ട് തന്നെ എല്ലാം ചേർത്ത് തിരുമ്പി പിടിപ്പിക്കണം. ഇത് ഇപ്പോൾ കുക്കറിൽ തന്നെ ഇങ്ങനെ വേവിക്കണം എന്നില്ല കേട്ടാ. നമുക്ക് ഉരുളിയിലിട്ടിട്ട് മൂടിയിട്ട് വേണമെങ്കിൽ വേവിക്കാം. അപ്പം നമുക്ക് ഇത്തിരി കൂടിയും ഇത് തിരുമ്പി യോജിപ്പിക്കാൻ എളുപ്പമാണ്. വെള്ളം ഒഴിക്കാം കേട്ടാ.
ജഗ്ഗു ഐസ് വെള്ളം മിക്സ് ചെയ്തിട്ടാ കൊണ്ടുവന്നെ. അതാണ് നേരം വൈകിയേക്കണേ. തണുത്ത വെള്ളം മതിയില്ലേ? വേണ്ട. അടിപിടിക്കും. മതി. അങ്ങനെ നമ്മൾ 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഞാൻ അടയ്ക്കണം. എന്നിട്ട് ഒരു 5 വിസിലോടെ അടുപ്പിക്കുക. കഴിഞ്ഞ പരിപാടി. തീ കത്തിച്ചു. അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. 5 വിസിൽ അടുപ്പിക്കുക. അതന്നെ. തീത്തിലൂടെ കൂട്ടിയിടണം. ആ, കാറ്റിട്ട് നല്ല കാറ്റാന്ന്. പക്ഷെ ചൂട് കാറ്റ് വരണേ അവിടെ നിന്ന് വടക്കുന്നേ. പാടം കണ്ട ചുട്ട് പഴുത്തിട്ട് ആ പാടം കിടക്കണം. അവിടെ നിന്ന് ചൂട് കാറ്റ്. 1ാമത്തെ വിസിൽ, 2ാമത്തെ വിസിൽ, 3ാമത്തെ വിസിൽ, 4ാമത്തെ വിസിൽ, 5ാമത്തെ വിസിൽ. നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. അപ്പം 5 വിസിലടിച്ചിട്ട് നമ്മൾ ഓഫാക്കി ഇട്ടേക്കായിരുന്നു. അതിൻ്റെ സ്റ്റീം പോയി കണ്ട. ഇനി തുറക്കാം. എന്തോരം വെള്ളം നോക്കിയേ. പിന്നെ ഒഴുക്കി പറഞ്ഞിട്ട് നോക്കട്ടെ വെന്തോ നോട്ടെ. ഒരു മിനിറ്റ് നമുക്കൊന്ന് ഇളക്കേ നോക്കാട്ടാ. ഇനി അടുപ്പ് കത്തിച്ചിട്ട് അടിയിൽ ഓണല്ലേ. ഇനി നമ്മളെന്തോട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഉരുളി വെക്കും. എന്നിട്ട് ഈ സാധനം ഇതിലേക്ക് ഒഴിക്കുക. ഇത് കണ്ട ഒരു ലോഡ് വെള്ളമുണ്ട്. തുടക്കം ഞാൻ വെള്ളം ഒഴിച്ച് കറക്റ്റ് ആയിരുന്നു. അത് ഇത്ര വെള്ളം ഒഴിക്കരുത് കേട്ടാ. ഇത് ഭയങ്കര കൂടുതലാ വെള്ളം. കണ്ട ചേട്ടൻ പറഞ്ഞിട്ടാണ് പിന്നെയും കുറെ വെള്ളം ഒഴിച്ചത്. അത് കാരണം ആള് പോറ്റും പറഞ്ഞു കണ്ട. അവസാന നിമിഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. കുഴമ്പ് രൂപത്തിലായിട്ടപ്പോ ഈ കൂട്ടാനൊരു കുഴമ്പ് രൂപത്തിലായിട്ട് ഇരിക്കുക. ഒരിക്കലും ഫ്രൈ ആയിട്ടുള്ള ടൈപ്പ് അല്ല കേട്ടാ. നമ്മളിപ്പോൾ പോർക്കും ചേനയും വെക്കുമ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇതിരിക്കുക. പോർക്കും ചക്കയും. ഇതിലിത്തിരി ഉപ്പ് കുറവുണ്ട്. ചോറ് ഇത് കൂട്ടി ഉണ്ണാൻ സൂപ്പറാ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇറക്കാം. കട്ടി മണം വരുന്നില്ലേ? അടിപൊളി. നമ്മുടെ ഈ ചക്കയും പോർക്കും കറക്റ്റ് പാകമായിട്ടാണ്. കുറച്ച് കുരുമുളക് പൊടി ആദ്യം ഇടും. അങ്ങനെയൊന്നുമില്ല. ഒക്കെ ഒരുമിച്ചിടാം. കുറച്ച് കുരുമുളക് പൊടി ഇടും. ഇത് മസാലപ്പൊടി സ്വല്പം മസാലപ്പൊടി ഇടണം. ലേശം മതി കേട്ടാ. 1/2 സ്പൂണിനേക്കാൾ താഴെ മതി. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടണം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം കൂടി വരും. ഇളക്കണം. കഴിഞ്ഞു പരിപാടി. ഇളക്കിക്കോ. ഞാനൊരു പാത്രം എടുത്തിട്ട് വരാം. വാഴയിലെടുത്തിട്ട് വരാം. ഇത് ടേസ്റ്റ് നോക്കാം. ചോറ് കൂട്ടി അടിക്കാൻ പെട്ട സാധനമാണ് ഇട്ടത്. ചോറിനുണ്ട് ചേട്ടപ്പോ ഇത് കൂട്ടി. അതെ ഇപ്പം ഇത് വെറുതെ കഴിക്കുന്ന കാണിച്ചാൽ മതിയില്ല. ശരി. ഒരു തുണ്ട് സബോള കൊത്തി നുറുക്കട്ടെ മേലെ ഇടാൻ കഴിക്കാൻ. വേണ്ട. ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയണേ. ഇപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് സബോള കുറച്ച് മേലെ ഇടണോന്നാണ് ചോദ്യം. ജഗ്ഗുന് വേണമെന്ന്. ഈ സാധനത്തിൽ ഈ സമയങ്ങളിലൊക്കെ ഷാപ്പിലൊക്കെ അല്ലെങ്കിൽ തട്ടുകടകളിലൊക്കെ ഈ സാധനമൊക്കെ പഠിക്കാൻ പറ്റും. ഈ സമയത്ത് ചക്ക കിട്ടുന്ന സമയമായതുകൊണ്ട് എല്ലാവർക്കും ഇത് വെക്കുക ഈസിയാണ്. ഇതിനും ഇത് സവാള വിതരണം എന്നാണ് ഇവർ പറയുന്നത് കേട്ടാ. ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെ വെതറിയിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ്. ഭയങ്കര ചൂടാ. കാറ്റിട്ടാ എന്താ ചൂടില്ലേ? ചൂടുണ്ടാവും. വീട്ടിലെ സാധനം
ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്ക കിട്ടാത്ത ആളുകൾക്ക് ഈ മലയാളികൾക്ക് ഭയങ്കര ഒരു എന്തൊരു നാട്ടിലേക്ക് ഓടി വരാൻ തോന്നുന്നില്ലേ ഈ സമയത്ത്. ഞാൻ ജഗ്ഗു കഴിക്കാൻ പോവാന്ന്. ചൂടുണ്ടാ? അല്ല ചൂടുണ്ടോ പറയാ, പോർക്കല്ലേ. ഈ സാധനം ഇതുപോലെ തട്ടുകടക്കാർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊരു സാധനം വയ്ക്കാൻ പോലെ ഒരു ബുദ്ധിമുട്ടില്ല വയ്ക്കാൻ. തട്ടുകടക്കാർക്ക് ഇത് വെച്ച് കഴിഞ്ഞാലേ ഭയങ്കര പെടയിരിക്കുന്നു സാധനം. ഈ സാധനം ചക്കയും വെക്കാൻ വളരെ സുഖമല്ലേന്ന്. ചക്ക നമ്മൾ വിചാരിക്കും പോർക്കിന്റെ ഒപ്പം ഇട്ടിട്ട് കുക്കറിൽ ഇത്ര അധികം വിസിലടിച്ച് കഴിയുമ്പോൾ ചക്കയൊക്കെ ഉടഞ്ഞ് പരിവാവുന്ന നമ്മൾ വിചാരിക്കുക. അങ്ങനെ തന്നെ എടുക്കും. അന്ന് അച്ഛൻ വെച്ചപ്പോഴും ചേട്ടന് അതേ ഒരു ഡൗട്ട്, ഇത് എന്ത് പരിവാവും ഇതൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ട് വെച്ച് വരുമ്പോ അല്ലേ. ചൂടല്ലേ? ചൂടൊന്നും വിഷയമല്ല. ചൂടില്ലേ? പറഞ്ഞ പോലെ സബോള ഇങ്ങോട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക മാനം കൈവന്നു. സബോള എന്നോട് അരിയണ്ടാണ്ട് സബോള ഉള്ള ഭാഗം നോക്കിയിട്ട് എടുത്തത് കഴിക്കുന്നു ചേട്ടൻ. അല്ലേ ജഗ്ഗ? കുറച്ചുകൂടി എടുത്ത് വെതറിക്കോ? ചക്ക കഷ്ണങ്ങളേക്ക് എന്തൊരു ടേസ്റ്റ് അല്ലേ. ഒന്നും പറയണ്ടല്ലോ, ഞങ്ങളെ കഴിക്കല് കണ്ട മനസ്സിലായില്ലേ. അപ്പം നല്ലൊരു രസകരമായിട്ടുള്ള കൂട്ടാൻ ഇതാ. അപ്പോൾ നമുക്ക് വെച്ച് നോക്കാം. അവിടെ ചക്ക ഇഷ്ടം പോലെ കിട്ടുന്ന ടൈമാണ് ഇപ്പോഴാണ് വെക്കാൻ പറ്റുള്ളത്. പോർക്ക് കഴിക്കുന്നവര്. അപ്പോൾ നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.